പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. ഞാൻ ആ വാർത്തയിലേക്ക് ഒന്ന് പോകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, അല്പസമയം മുമ്പ് SSK ഫണ്ട് കേരളത്തിന് കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ഇതാ SSK ഫണ്ട് ആദ്യ ഗഡു കേരളത്തിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരം പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ആദ്യ ഗഡു SSK ഫണ്ട് ലഭിച്ചു. 92,14,00,000 രൂപയാണ് വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചിരിക്കുന്നതായി അറിയുന്നത്. കേന്ദ്രം സുപ്രീം കോടതിയിൽ SSK ഫണ്ട് നൽകും എന്നറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കേരളത്തിലേക്ക് പണം ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. 92,14,00,000 രൂപ കേരളത്തിന് SSK ഫണ്ടിന്റെ ആദ്യ ഗഡു അനുവദിച്ചിരിക്കുന്നു. 937 കോടി രൂപ അനുവദിക്കണം. PMC പദ്ധതിയിൽ ഒപ്പിട്ടു. ആ ഒപ്പിട്ടതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ 2 വർഷങ്ങളിലായി കുടിശ്ശിക വരുത്തിയ SSK ഫണ്ടിന്റെ ആദ്യ ഗഡു കേരളത്തിന് റിലീസ് ചെയ്തിരിക്കുകയാണ്. 92,14,00,000 രൂപ. ഇനി ഏകദേശം 900 കോടിയോളം രൂപ കേന്ദ്ര സർക്കാർ SSK ഫണ്ടിൽ കേരളത്തിന് നൽകാനുണ്ട്. വരുന്ന ഗഡുക്കളായി അത് കേരളത്തിന് ലഭിക്കേണ്ടതാണ്. എന്നാൽ PMC പദ്ധതിയിൽ ഒപ്പിട്ടത് താൽക്കാലികമായി മരവിപ്പിക്കണമെന്ന കത്ത് കേന്ദ്രത്തിന് നൽകുന്നതോടുകൂടി ബാക്കി ഫണ്ട് കിട്ടുമോ എന്നതിലൊരു ആശങ്കയുണ്ട്. ആദ്യ ഗഡു 92 കോടി രൂപ ഇപ്പോൾ കേരളത്തിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിപ്പം ഗോപാലുണ്ട്. ഗോപാൽ, വലിയ വിവാദമായിരുന്നു PMC പദ്ധതി. അതിൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് PMCയിൽ ഒപ്പിട്ടാലേ ഈ SSKയുടെ ആദ്യ ഗഡു അനുവദിക്കുകയുള്ളൂ എന്നാണ് ധർമ്മേന്ദ്ര പ്രധാനുമായിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒപ്പിടേണ്ടി വന്നത്. ഒപ്പിട്ടു, പണം ലഭിച്ചു. ആദ്യ ഗഡുവാണ് ലഭിച്ചത്. പക്ഷേ നമ്മൾ ആവശ്യപ്പെട്ടത് ആദ്യത്തെ 327 കോടിയോ മറ്റോ ആണ്. 927 കോടി രൂപ നമുക്ക് ഈ വർഷത്തെ ഒഴിച്ചു നിർത്തിയുള്ള കുടിശ്ശിക കിട്ടണം. പക്ഷേ അതിന്റെ 10-1 മാത്രമാണ് ലഭിച്ചത്. പക്ഷേ അതും വിദ്യാഭ്യാസ വകുപ്പിന് അല്പമെങ്കിലും ആശ്വാസമുള്ളതായി മാറുന്നു, അല്ലേ ഗോപാൽ? അതെ ഡോക്ടർ അരുൺ, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ SSKക്കുള്ള ആദ്യ ഗഡു അനുവദിച്ച് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. അത് പ്രകാരം 92.41 കോടി രൂപ SSKയുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളം 109 കോടി രൂപ റെക്കറിംഗ് ഫണ്ട് ആവശ്യപ്പെട്ട ആ ഫണ്ടിൽ നിന്നാണ് ഇത്തരത്തിൽ 92.41 കോടി രൂപ ആദ്യ ഗഡുവായി നൽകിയത്. ഇതിൽ നോൺ റെക്കറിംഗ് ഇനത്തിൽ ഇനി 17 കോടി രൂപ കൂടി മാത്രമേ ഈ ആദ്യ ഗഡുവിൽ ലഭിക്കാനുള്ളത്. അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ലാഭമുള്ള ഒരു ഇടപാടാണ്, അല്ലെങ്കിൽ ലാഭമുള്ള ഒരു കിട്ടലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 109 കോടി രൂപയുടെ റെക്കറിംഗ് ഫണ്ടായിരുന്നു ആദ്യ ഗഡുവായി കേരളം ആവശ്യപ്പെട്ടിരുന്നത്. അതിൽ 90% ലഭിച്ചിരിക്കുന്നു. 92.41 കോടി രൂപയാണ് ഇതിൽ അനുവദിച്ചിട്ടുള്ളത്. ഇന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ അറിയിച്ചിരുന്നു. SSK ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്രം തങ്ങളുടെ നിലപാട് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഉടൻ തന്നെ കേരളത്തിന് നൽകേണ്ട SSK ഫണ്ട് നൽകുമെന്നും അതിൽ കാലതാമസം വരുത്തുകയില്ല എന്നുമുള്ള അറിയിപ്പ് സുപ്രീം കോടതിയിൽ ഔദ്യോഗികമായി ലഭിച്ച് മണിക്കൂറുകൾ കഴിയുന്ന ഉടൻ തന്നെയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ഔദ്യോഗികമായി വന്നിരിക്കുന്നത്. കേരളത്തിന് ആശ്വാസമെന്ന് പറഞ്ഞാൽ പോരാ, അത് അങ്ങേയറ്റം ഒരു ഏറെ ഫലപ്രദമായിട്ടുള്ള ഈ ഘട്ടത്തിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ച് പറഞ്ഞിരുന്നു കേന്ദ്ര ഫണ്ട് ലഭിക്കും, SSK ഫണ്ട് ഉറപ്പായിട്ടും കിട്ടും, അതിൽ ആരും ആശങ്കപ്പെടേണ്ടതില്ല, ഒരു ഊഹാപോഹങ്ങളുടെയും ആശയക്കുഴപ്പത്തിന്റെയും ആശങ്കകളുടെയും കാര്യമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നതാണ്. ആ വ്യക്തമാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ വാക്ക് ഒരു പരിധിവരെയെങ്കിലും ഫലം കണ്ടിരിക്കുന്നു. പല കൂടിക്കാഴ്ചകൾ നടത്തി കേന്ദ്ര ഫണ്ടിന് വേണ്ടി ഒടുവിൽ PMCയിൽ അടക്കം ഒപ്പിട്ടു. ആ പ്രശ്നം വലിയ തരത്തിലേക്ക് രാഷ്ട്രീയമായി പോലും പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വരുന്നു. ആ മുന്നണിക്കുള്ളിൽ തന്നെ വലിയ പടലപ്പിണക്കങ്ങൾ ഉണ്ടാകുന്നു. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ആദ്യ നേട്ടം നേടിയെടുത്തിരിക്കുന്നു. ഇതൊരു പരിധിവരെയെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ വിജയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിലൊരു സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിൽ പലർക്കും ഒരു വ്യക്തത വരാത്തൊരു പ്രശ്നമുണ്ട്. അത് ഈ കണക്കിന്റെ കാര്യത്തിലാണ്. 320 കോടി രൂപയുടെ പ്രപ്പോസലാണ് കേരളം സമർപ്പിച്ചിരുന്നത്. ആ പ്രപ്പോസലിലെ ആദ്യ ഗഡുവാണ് ഈ 109 കോടി രൂപയുടെ റെക്കറിംഗ് ഫണ്ട്. ആ റെക്കറിംഗ് ഫണ്ടിൽ 109 കോടി രൂപ ആവശ്യപ്പെട്ടിടത്ത് 92.41 കോടി രൂപ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൂടെ ഗോപാൽ സനൽ? CPI നിർബന്ധിച്ചുവെങ്കിലും കത്ത് വൈകിപ്പിച്ചതുകൊണ്ടുകൂടിയാണ് ഈ ഗഡു ഇപ്പോൾ റിലീസ് ചെയ്യുന്നത്. കത്ത് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ആദ്യ ഗഡു റിലീസ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഒരുപക്ഷെ തീരുമാനമെടുക്കില്ലായിരുന്നു എന്ന് വേണം കരുതാൻ. അതെ, മന്ത്രി ഈ PMCയിൽ ഒപ്പിട്ടതിന് ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനത്തിൽ പ്രയോഗിച്ചൊരു വാചകമുണ്ട്. തന്ത്രപരമായ നീക്കമാണ് സർക്കാർ നടത്തിയത്. ആ തന്ത്രം ഇപ്പോൾ വേണമെങ്കിൽ ഫലം കണ്ടു എന്ന് പറയാം. അന്ന് വലിയ ട്രോളൊക്കെ മന്ത്രിക്ക് ആ വാചകത്തിന്റെ പേരിൽ നേരിടേണ്ടി വന്നതാണ്. പക്ഷേ എങ്കിൽ പോലും ആ തന്ത്രം ഒരു പരിധിവരെയെങ്കിലും ഫലം കണ്ടിരിക്കുന്നു. LDF യോഗത്തിലാണെങ്കിലും അതിനോടൊപ്പം തന്നെ വലിയ തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടായി. മന്ത്രിസഭാ യോഗം പോലും ഇത്തരത്തിൽ ഒരു തീരുമാനം ഞങ്ങളിത് മരവിപ്പിക്കാം എന്ന തരത്തിലേക്ക് പ്രഖ്യാപനമുണ്ടായി. പിന്നീട് ഈ കേന്ദ്രത്തിന് കത്തയക്കുന്നതിന്
ഇതിനൊക്കെ ഒരു ആലസ്യം ഉണ്ടായി, ഒരു വൈകിപ്പിക്കൽ ഉണ്ടായി. അത് LDF യോഗത്തിലടക്കം ഉപസമിതിയുടെയൊക്കെ പേര് പറഞ്ഞത് വൈകിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. ആ വൈകിക്കൽ കൃത്യമായ ഒരു ടാക്ടിക്കൽ മൂവ് ആണ്, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ആണ് എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ വിലയിരുത്താം. കാരണം ഏകദേശം 100 കോടിയോളം രൂപ സർക്കാരിന്റെ അക്കൗണ്ടിൽ SSK ഫണ്ടിന്റെ ഭാഗമായി വന്നിരിക്കുന്നു. അത് നേട്ടമാണ്. ആ നേട്ടം ഇനി എത്ര തരത്തിലേക്ക് വിമർശിക്കപ്പെട്ടാലും അതിനെ നേട്ടമെന്ന രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കത്തയക്കാൻ വൈകിയത് വലിയൊരു പ്രധാനപ്പെട്ട ഇടപെടലാണ്. അതിനോടൊപ്പം തന്നെ സുപ്രീം കോടതിയിലടക്കം ഈ അധ്യാപകരുമായി ബന്ധപ്പെട്ട കേസൊക്കെ വന്നപ്പോൾ കേന്ദ്ര സർക്കാരും സമ്മർദ്ദത്തിലേക്ക് പോയി എന്ന് പറയേണ്ടതായിരിക്കുന്നു. കാരണം ഇതിന്റെ പേര് തടഞ്ഞു വെച്ചത് കൊണ്ട് ഒരുപാട് പേർ ബുദ്ധിമുട്ടുന്നു. അതുകൊണ്ട് കേന്ദ്രത്തിന് തന്നെ പറയേണ്ടി വന്നു സുപ്രീം കോടതി ഇത്തരത്തിൽ ഞങ്ങൾ ഫണ്ട് ഉടൻ തന്നെ റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള ആദ്യ നടപടി ഉണ്ടായിരിക്കുന്നു.